നമ്മുടെയൊക്കെ പേരിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് നാം പേരുകൾ നൽകുക? മിക്കവാറും ഇന്നുള്ള നമ്മുടെ വിളിപ്പേരുകളൊക്കെ പ്രാസമൊപ്പിച്ചും ഈണമൊപ്പിച്ചുമൊക്കെ നാം ഒപ്പിച്ചു വച്ചിരിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് അവരുടെ മാമോദിസ നാമം അറിയാം? നിത്യജീവൻ്റെ പുസ്തകത്തിലെ നാമം എത്ര പേർക്കറിയാം? വിശുദ്ധ കുർബാനയിൽ ഓർക്കുവാൻ പേരുകൾ നൽകുമ്പോൾ അതല്ലേ നൽകേണ്ടത്? നാം നമ്മുടെ പേരിന് യോജ്യമായ ജീവിതം നയിക്കേണ്ടവരല്ലേ? നമുക്ക് നൽകിയിരിക്കുന്ന മാമോദിസ പേരിൽ നമ്മുടെ മധ്യസ്ഥരുണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഇവിടെ ഒരു നോമ്പിൻ്റെ പുത്രനായി രൂപാന്തരപ്പെട്ട് അനുതാപത്തിൻ്റെ വഴി തേടിയ ഒരു പിതാവിൻ്റെ ഓർമ്മയാണ് നാം നിർവഹിക്കുന്നത്. നോമ്പ് എന്തിനാണ് ആചരിക്കുന്നതെന്ന് ഒരു കുട്ടി എന്നോട് ചോദിച്ചു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ അങ്ങനെ കാരണം? ചോദിച്ചതിൻ്റെ കാരണം എന്താ? എന്നോട് ആ കുട്ടി പറഞ്ഞു, വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ നോമ്പ് എന്നൊരു വാക്കില്ലല്ലോ, ഉപവസിച്ചാൽ പോരെ എന്ന്. ഉപവാസമുണ്ട്, നോമ്പില്ല. ഞാൻ പറയും, നോമ്പിൽ ഉപവാസവുമുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ നാം അനുഷ്ഠിക്കുന്ന വ്രതമാണ്. നാം വർജിക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ഉപവാസം നാം ഉപേക്ഷിക്കുന്ന ആഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പം നോമ്പും ഉപവാസവും പരിശുദ്ധ സഭയുടെ അടിസ്ഥാന തത്വങ്ങളിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ്. എന്തിനാണ് നോമ്പും ഉപവാസവും? അത് ശുദ്ധീകരണത്തിനാണ്, അത് അനുതാപത്തിനാണ്. ഈ കാലഘട്ടത്തിൽ അനുതാപവും ശുദ്ധീകരണവും കുറഞ്ഞു പോകുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നാം നോമ്പും ഉപവാസവും ഉപേക്ഷിച്ചതാണ്. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മറ്റ് അനുഷ്ഠാനങ്ങളും സഭ നിശ്ചയിച്ചിരിക്കുന്നത് അനുവർത്തിക്കുന്നവർക്ക് അനുതാപമുണ്ടാകും, ഉള്ളിൽ ആനന്ദമുണ്ടാകും. ഇതെല്ലാം ഉപേക്ഷിച്ച് നാം പിന്നാലെ പോകുന്നത് ആഹ്ലാദത്തിനാണ്. ആ ആഹ്ലാദം ഇന്നൊരു എക്സ്റ്റസിയുടെ, നമ്മുടെ ബോധതലങ്ങൾക്ക് അങ്ങേപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിനിടയാകുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം നാം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി നോക്കി പോകുന്നവർക്ക് ആനന്ദമല്ല ഉണ്ടാകുന്നത്, അതൊരു രുചിയാണ്, ഒരു സന്തോഷമാണ്. നമ്മുടെ